നമുക്കൊന്ന് പറവൂർ വരെ പോയിട്ട് വരാം. കൂട്ടുകാരനെ കൂടി സാധനങ്ങളാണ് വാങ്ങാനായിട്ട് പോണേ. ഇതാണ് പഞ്ഞങ്കവല. ഇതെൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണിത്. കണ്ട നേരെ പോണത് എൻ്റെ വീടിൻ്റെ അതിൽ കൂടിയാണ് പോണത്. എൻ്റെ കൂട്ടാനെ കാണാൻ എൻ്റെ അടുത്ത് കയറിയിട്ട് പോണേണ്. ആ വഴി ഞങ്ങൾ പോണേന്. അപ്പോൾ എൻ്റെ വീട് കാണിച്ചിരേട്ടാ. അത് ഞങ്ങളുടെ റോഡാണ്, അങ്ങോട്ട് പോണതിൻ്റെ റോഡാണത്. അവിടെ കുറച്ച് പോകുമ്പോഴാണ് എൻ്റെ വീട്. ഇത് എൻ്റെ കമ്പനിക്കാരാണ് നിതിൻ. അവനവിടെ ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നിൽക്കണേണ്. കാണേണ്ട എൻ്റെ വീട് അങ്ങനെ പോണേണ്. അത് വീട് എൻ്റെ കൂട്ടാൻ്റെ വീട്. ഈ കാണുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടാ. നിഖില്, സജു, പിന്നെ അനീഷാണ് മീൻ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ കാണാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ഇത് കഴിഞ്ഞിട്ട് വളവ് തിരിയുമ്പോഴാണ് പാലിയം കൊട്ടാരം നിൽക്കുന്ന സ്ഥലം. ആ കൊട്ടാരം അവിടെ ഉണ്ട് ഇപ്പോഴും. ഈ പറവൂര്, ചേന്നമംഗലം ഈ വഴി കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ആൾക്കാർ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലട്ടാ ഈ കൊട്ടാരം. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ചരിത്രങ്ങൾ മറ്റേ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. ഈ പാലിയം കൊട്ടാരം സൈഡാണ് ഇത്. ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഈ ഫ്രണ്ടിൽ ഇപ്പം കാണുന്ന നേരെ കാണുന്നതാണ് പാലിയം കൊട്ടാരം. ഈ കാണുന്നത് കണ്ട. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ പാലിയം ക്ഷേത്രത്തിലേക്ക് പോണ വഴിയാണത്.
അപ്പം നമ്മൾ പറവൂർ ടൗണിലേക്ക് കയറണം ചേന്നമംഗലത്ത് നിന്ന് വന്നിട്ട് ഗോകുലത്തിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ടൗണിലേക്ക് കയറണ ഇതാണ് പറവൂർ ടൗണാട്ട്. നമ്മുടെ നല്ല തിരക്കുണ്ട്, കുറച്ച് തിരക്കാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്കൂളിൻ്റെ ഇതിൻ്റെ ഭയങ്കര സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര കടകളിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 1-2 കടകളിലൊക്കെ കയറി. ഫസ്റ്റ് ഇവിടെ കയറി സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങണമായിരുന്നു. ഇവിടുത്തെ അത്യാവശ്യം തിരക്കുണ്ട്, എല്ലായിടത്തും നല്ല തിരക്കാണ്. പിന്നെ വേറെ കടകൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ കയറി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. ഫ്രണ്ടിൽ അപ്പം ഞങ്ങൾ എല്ലാ 2-3 കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകണതാണ്, ഗോവത്തിലേക്ക് പോകണതാണ്. അപ്പോൾ ഹാർഡ് മോനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോകളൊക്കെ വരും, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.